ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2025 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കോണുകൾ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 17ലും 18ലുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെയുള്ള ചിത്രത്തിൽ മഞ്ഞ നിറമുള്ള ഭാഗവും പച്ച നിറമുള്ള ഭാഗവും മൊത്തം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്നിട്ട് കുറച്ച് വൃത്തം തന്നിട്ടുണ്ട്, അതിന് പച്ചയും മഞ്ഞയും കളറും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ചിത്രം നോക്കൂ. ഒരു വൃത്തത്തിൻ്റെ 20 ഡിഗ്രി ഭാഗം മഞ്ഞ നിറത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആകെ വൃത്തം എന്ന് പറയുന്നത് നമുക്കറിയാം 360 ഡിഗ്രിയാണ്. ആ 360-ൽ 20 ഡിഗ്രിയാണ് മഞ്ഞ നിറത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 360-ൽ 20 എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ആകെ വൃത്തം എന്ന് പറഞ്ഞത് 360 ഡിഗ്രിയാണ്. അതിൽ 20 ഡിഗ്രിയാണ് മഞ്ഞ നിറമുള്ള ഭാഗം അല്ലേ. അതായത് 360-ൽ 20/360 എന്ന് എഴുതാം. 20/360 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ആ 20 അതായത് ആ മഞ്ഞ നിറമുള്ള ഭാഗം ആ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 20/360 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആദ്യം നമുക്ക് ആ 0 വെട്ടിക്കളയാം അല്ലേ. മേലെയും താഴെയും 0 ഉണ്ട്. അത് വെട്ടിക്കളയുമ്പോൾ 2/36 കിട്ടും. വീണ്ടും ചെറുതാക്കാലോ. 2-ലും 36-ലും 2 ഉണ്ട്. 2-ൽ എത്ര 2 ഉണ്ട്? ഒരു 2. 36-ൽ എത്ര 2 ഉണ്ട്? 18 2 36 എന്ന് പറഞ്ഞത്. അപ്പോൾ 1/18 എന്ന് കിട്ടും. 20/360 എന്നുള്ളതിനെ ചെറുതാക്കുമ്പോൾ 1/18 എന്ന് കിട്ടും അല്ലേ. ഇനി ചെറുതാക്കാൻ പറ്റില്ല. അതായത് ആ ഒരു വൃത്തത്തിൻ്റെ 20 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 1/18 ഭാഗമാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി അതുപോലെ തന്നെ മൊത്തം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് പച്ച നിറമുള്ള ഭാഗം എന്നും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം വൃത്തം മുഴുവന് 360 അതിൽ 20 മഞ്ഞയാണ്. അപ്പോൾ ബാക്കി പച്ച എത്ര ഉണ്ടാവും? 340 അല്ലേ. 360 ഭാഗത്തിൽ 340 ഭാഗം എന്തുതന്നെയാണ്? പച്ച തന്നെയാണ്. അപ്പോൾ അതിനൊന്ന് ചെറുതാക്കുക. 340/360 എത്രയാണെന്ന് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എത്രയാണ് ആ വട്ടത്തിൻ്റെ മൊത്തം ഉള്ളതിൽ പച്ച ഭാഗം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ, 340/360 എന്നുള്ളതിൽ 0 വെട്ടുമ്പോൾ 34/36 ആവും അല്ലേ. 2-ലും 2 ഉണ്ട്. എത്ര വീതം ഉണ്ട്? 34-ൽ 17, 36-ൽ 18 ആണ്. അപ്പോൾ അങ്ങനെ 17/18 എന്ന് കിട്ടും അല്ലേ. ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അതായത് പിന്നെ മൊത്തം വൃത്തത്തിൻ്റെ 18 ഭാഗത്തിൽ 17 ഭാഗവും എന്ത് തന്നെയാണ്? പച്ച കളറാണ് നമുക്ക് പറയാൻ പറ്റും. അതായത് 18-ൽ ഒരു ഭാഗം മഞ്ഞയും 18-ൽ 17 ഭാഗം എന്താണ്? പച്ച കളറുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ പച്ച എത്രയാണെന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാതെ തന്നെ ക്രിയ ചെയ്യാതെ തന്നെ കണ്ടുപിടിക്കാം. അതായത് 18-ൽ ഒരു ഭാഗം മഞ്ഞയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗമൊക്കെ പച്ചയല്ലേ. 18-ൽ 17 ഭാഗം പച്ചയാണ് നമുക്ക് അല്ലെങ്കിൽ തന്നെ പറയാൻ പറ്റൂലേ. ഇനി ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 24 ഡിഗ്രിയാണ് അല്ലേ മഞ്ഞ നിറത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 360-ൽ 24 മഞ്ഞായിട്ടുള്ളത്. അപ്പോൾ അതെത്രയാണ്? 24/360 ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ എത്രയാണ്? 24 360 വെട്ടി ചെറുതാക്കാൻ പറ്റും. എത്ര വരെ ഇതൊക്കെ ചെയ്യാം? ഒന്നുകിൽ 2 കൊണ്ട് ഇങ്ങനെ നോക്കി പോവാം. ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് ഞാൻ 12 കൊണ്ട് നോക്കുകയാണ്. 24 എത്ര 12 ഉണ്ട്? 2 12 അല്ലേ. അപ്പോൾ 2 എന്നിട്ട് പിന്നെ 36-ൽ എത്ര 12 ഉണ്ട്? 3. പിന്നെ ആ 0 കൂടെ ഇട്ടാൽ 30 എന്നായി. അപ്പോൾ 2/30 എന്ന് കിട്ടിയാലോ. ഇനി അതിനെ വീണ്ടും ചെറുതാക്കാം അല്ലേ. 2/30-ൽ 2-ലും പിന്നെ 2 ഉണ്ട്. അപ്പോൾ 2-ൽ എത്ര 2 ഉണ്ട്? ഒരു 2 ആണ്. അപ്പോൾ 2 എന്നുള്ളതിന് പകരം 1 എന്ന് എഴുതി. 30 എന്നുള്ളതിന് പകരം 15 അല്ലേ. 30-ൽ 15 2ആണുള്ളത്. അപ്പോൾ 1/15 എന്ന് ആൻസർ കിട്ടും. അതായത് ആ വൃത്തത്തിൻ്റെ മഞ്ഞ ഭാഗം എന്ന് പറഞ്ഞത് പച്ചീൻ്റെ പിന്നെ 15-ൽ ഒരു ഭാഗമാണ് എന്ന് സാരം. 1/15 ആണ് നമ്മളതിന് ആൻസർ കിട്ടുന്നത്. ഇനി നോക്കൂ, അതിൻ്റെ പിന്നെ പച്ച എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മൊത്തം വൃത്തത്തിൽ പച്ച ഭാഗം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എത്രയാണ്? 15-ൽ ഒരു ഭാഗം മഞ്ഞയാണെങ്കിൽ 15-ൽ ബാക്കിയുള്ള ഭാഗമൊക്കെ എന്താണ്? പച്ചയാണ്. ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 15-ൽ 14 ഭാഗമാണ് പച്ചയായിട്ടുള്ളത്. അപ്പോൾ 14/15 എന്ന് എഴുതിയാലും മതി. ഇനി അടുത്ത ചിത്രം നോക്കൂ. അതിൽ 54 ഡിഗ്രിയാണ് മഞ്ഞ നിറത്തിൽ കാണുന്നത് അല്ലേ. അപ്പോൾ എത്രയാണ്? 360-ൽ 54 എത്രയാണെന്നാണ് കാണേണ്ടത്. അപ്പോൾ 54/360 എത്രയാണെന്ന് നോക്കുക. 54/360-നെ വെട്ടിച്ചെറുതാക്കുക. അപ്പോൾ നോക്കൂ, 54-ൽ 6 ഉണ്ട് അല്ലേ. എത്ര 6 ഉണ്ട്? 9 6ആണ് 54 എന്ന് പറഞ്ഞത്. 360-ൽ എത്ര 6 ഉണ്ട്? 66 ആണ് 360 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 9/60 എന്ന് എഴുതാം. ഇനി അതിനെ വീണ്ടും വെട്ടിച്ചെറുതാക്കാലോ. 9-ലും 3 ഉണ്ട്, 60-ലും 3 ഉണ്ട്. 9-ൽ എത്ര 3 ഉണ്ട്? 3 3ആണ് 9. അപ്പോൾ മുകളിൽ 3 എന്ന് എഴുതാം. 60-ൽ എത്ര 3 ഉണ്ട്? 20 അല്ലേ. 6-ൽ 2ഉം പിന്നെ 0 ഇട്ട് കൊടുത്താൽ 20. അങ്ങനെ 3/20 എന്ന് കിട്ടും. ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇനി ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ 3/20 എന്ന് കിട്ടും. അതായത് ആ ഒരു മൊത്തം വൃത്തത്തിൻ്റെ മഞ്ഞ നിറത്തിലുള്ള ഭാഗം എന്ന് പറഞ്ഞത് 3/20 ആണ്. 20-ൽ 3 ഭാഗമാണ്. 20-ൽ 3 ഭാഗം മഞ്ഞ നിറമാണെങ്കിൽ പച്ച ഭാഗം എത്രയായിരിക്കും? 20-ൽ ബാക്കിയുള്ളതൊക്കെ പച്ചയല്ലേ. അപ്പോൾ 20-ൽ 17 ഭാഗം അല്ലേ. അപ്പോൾ 17/20 എന്നും എഴുതാം അല്ലേ. വൃത്തത്തിൽ പിന്നെ പച്ചയുടെ നിറം എത്ര ഭാഗമുണ്ട്? ഒരു മൊത്തം വൃത്തത്തിൽ എത്ര ഭാഗമാണ് പച്ചയുടെ ഉള്ളതെന്ന് ചോദിച്ചാൽ 17/20 എന്നും നമുക്ക് ആൻസർ എഴുതാൻ പറ്റും.
ഇനി അടുത്ത ചിത്രം നോക്കൂ. അതിൽ മഞ്ഞ നിറത്തിൽ കൊടുത്തിട്ടുള്ളത് 80 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 360ൽ 80 എത്രയാണെന്നാണ് കാണേണ്ടത്. 80/360 കാണാം അല്ലേ. വെട്ടി ചെറുതാക്കാൻ പറ്റണമൊക്കെ നോക്കുക. അപ്പോൾ ആദ്യം 0 0 വെട്ടി. അപ്പോൾ 8/36 ഇനി 8ലുണ്ട് 4, 36ലുണ്ട് 4 അല്ലേ. അപ്പോൾ 8ൽ എത്ര 4 ഉണ്ട്? 2 4 8ആണ്. 36ൽ എത്ര 4 ഉണ്ട്? 9 4ആണ് 36. അപ്പോൾ 2/9 എന്ന് കിട്ടി അല്ലേ. ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 2/9 എന്നാണ് കിട്ടിയത്. 9ൽ 2 ഭാഗം മഞ്ഞ നിറമുള്ളതാണ്. 9ൽ 2 ഭാഗം മഞ്ഞയാണെങ്കിൽ ഇനി അടുത്തത് എന്താ നമ്മൾ കാണേണ്ടത്? പച്ച എത്രയാണ് കാണേണ്ടത്. 9ൽ 2 ഭാഗം മഞ്ഞയാണ്. അപ്പോൾ 9ൽ ബാക്കി എത്ര ഭാഗമാണ് പച്ച ഉള്ളത്? 7 ഭാഗം അല്ലേ. 7 2 അല്ലേ 9 എന്ന് പറഞ്ഞാൽ. അപ്പോൾ 9ൽ 2 ഭാഗം മഞ്ഞയും 9ൽ 7 ഭാഗം എന്താണ്? പച്ചയാണ്. 9 കഷ്ണങ്ങളാക്കിയിട്ട് 2 കഷ്ണം മഞ്ഞയാണെങ്കിൽ പിന്നെ 7 കഷ്ണം എന്താണ്? പച്ചയാണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ പച്ച നിറത്തിലുള്ള ഭാഗം മൊത്തം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ 7/9 എന്ന് നമുക്ക് ആൻസറായിട്ട് എഴുതാൻ പറ്റും. ഇനി അടുത്ത ചിത്രം നോക്കൂ. മൊത്തം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് മഞ്ഞ നിറമുള്ളത്? 108 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത് അല്ലേ. 108 എന്ന് പറയുമ്പോൾ 360ൽ 108, അതായത് 108/360 നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 108/360 വെട്ടി ചെറുതാക്കാൻ പറ്റുന്നിടത്തോളം വെട്ടി ചെറുതാക്കുക. നോക്കൂ, ആദ്യം നമുക്ക് 2 കൊണ്ട് തന്നെ ചെയ്യാം. 108ൽ എത്ര 2 ഉണ്ട്? 54 അല്ലേ. 54 54 അല്ലേ 108 എന്ന് പറഞ്ഞത്. 360ൽ എത്ര 2 ഉണ്ട്? 180 അല്ലേ. 180 180 ആണ് 360 എന്ന് പറഞ്ഞത്. അപ്പോൾ 108/360 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 54/180 എന്ന് മാറ്റി എഴുതാം. ഇനി നമുക്ക് 2 കൊണ്ട് തന്നെ വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കുറച്ചുകൂടെ വലുത് ചെയ്യാൻ അറിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നോക്കൂ, 9 2ലുണ്ട് അല്ലേ. 54ലും 9 ഉണ്ട്, 18ലും 9 ഉണ്ട്. അപ്പോൾ നോക്കൂ, 54ൽ എത്ര 9 ആണ്? 6 9 ആണ് 54. പിന്നെ 18ലോ 2 9 18. അപ്പോൾ 180ലാവുമ്പോൾ 20 എന്നല്ലേ. അപ്പോൾ 6/20 എന്ന് എഴുതാം. 54/180 എന്നുള്ളതിന് 9 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് 6/20 എന്ന് കിട്ടും. ഇനി അത് ചെറുതാക്കാൻ പറ്റുമല്ലോ. 6ലും 20ലും എന്തുണ്ട്? പിന്നെ 2 ഉണ്ട്. അപ്പോൾ 6ൽ എത്ര 2 ഉണ്ട്? 3 2 അല്ലേ 6 എന്ന് പറഞ്ഞത്. അപ്പോൾ 3 എന്ന് കൊടുക്കാം. 20ൽ എത്ര 2 ഉണ്ട്? 10 ആണ് അല്ലേ. അപ്പോൾ താഴെ 10 എന്ന് എഴുതാം. അപ്പോൾ 3/10 എന്ന് കിട്ടിയില്ലേ. ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇനി ചെറുതാക്കുമ്പോൾ പിന്നെ ഇതൊക്കെ വരും, ദശാംശമൊക്കെ വരും. അപ്പോൾ നമുക്ക് 3/10 എന്ന് എഴുതാം അല്ലേ. ഇനി നോക്കൂ, അപ്പോൾ 10ൽ 3 ഭാഗമാണ് മഞ്ഞ നിറത്തിലുള്ളത്. ഇനി നമ്മൾ കാണേണ്ടത് എത്രയാണ് പച്ച നിറത്തിലുള്ളത് എന്നാണ്. 10ൽ 3 ഭാഗം മഞ്ഞയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എന്താണ്? പച്ച നിറമാണ് അല്ലേ. 10ൽ 7 ഭാഗം പച്ചയാണ്. 10ൽ 3 ഭാഗം മഞ്ഞയാണെങ്കിൽ 10ൽ 7 ഭാഗം പച്ചയാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് 7/10 എന്നും അതിന് ആൻസറായിട്ട് എഴുതാം. ഇനി ഇതിൽ ലാസ്റ്റത്തെ ചിത്രം നോക്കൂ. അതിൽ എത്രയാണ് തന്നിട്ടുള്ളത്? 150 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 360ൽ 150 ആണ് കാണേണ്ടത്. 150/360 എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 150/360 വെട്ടി ചെറുതാക്കുമ്പോൾ എത്രയാണ്? 15/36 എന്ന് കിട്ടും അല്ലേ. ആദ്യം മുകളിലും താഴെ അറ്റത്തുള്ള 0 ഒഴിവാക്കുമ്പോൾ 15/36 എന്ന് കിട്ടും. ഇനി ആ 15/36 വെട്ടി ചെറുതാക്കാം. എത്രയാണ്? 15ലും പിന്നെ 3 ഉണ്ട്, 36ലും 3 ഉണ്ട്. 15ൽ എത്ര 3 ഉണ്ട്? 5 3 ആണ് 15 എന്ന് പറഞ്ഞത്. അപ്പോൾ 15 എന്നുള്ളത് നമുക്ക് 5 എന്ന് എഴുതാം. 36ൽ എത്ര 3 ഉണ്ട്? 12 3 അല്ലേ. അപ്പോൾ 36 എന്നുള്ളത് 12 ആക്കാം. അതായത് 5/12 എന്ന് കിട്ടും അല്ലേ. പിന്നെ 12ൽ 5 ഭാഗമാണ് എന്ത്? മഞ്ഞ നിറത്തിലുള്ളത്. ഇനി 12ൽ 5 ഭാഗം മഞ്ഞ നിറത്തിലാണെങ്കിൽ ഇനി നമ്മൾ കാണേണ്ടത് എന്താണ്? പച്ച നിറത്തിലുള്ളത് എത്രയാണ്? 12ൽ 5 ഭാഗം മഞ്ഞയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗമൊക്കെ പച്ചല്ലേ. അപ്പോൾ എത്രയാണ്? 7 അല്ലേ. 5ഉം 7ഉം അല്ലേ 12 എന്ന് പറഞ്ഞത്. 12ൽ 5 ഭാഗം മഞ്ഞയാണ്. അപ്പോൾ 12ൽ 7 ഭാഗം എന്താണ്? പച്ച കളറിലാണ്. അപ്പോൾ 7/12 എന്നും ഇനി എഴുതാം. പിന്നെ മൊത്തം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് പച്ച നിറമുള്ള ഭാഗം എന്ന് ചോദിച്ചാൽ 7/12 എന്നും ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി ഇതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.